അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. മഹാനായ ഖല്ലാദ് ബിൻ കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ജീവിതം തന്നെ സ്വലാത്തിന് വേണ്ടി നീക്കിവെച്ച ഒരു പുണ്യ വ്യക്തിത്വം. അദ്ദേഹം മരണാസന്നമായ സമയത്ത് മഹാനവറുകളുടെ ബെഡിൻ്റെ താഴെ നിന്നും ഒരു പേപ്പർ കഷ്ണം ലഭിച്ചു. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു: ഹാദിഹി ബറാഅത്തും മിനന്നാരി ലി ഖല്ലാദ് ബിൻ കസീർ. ഇത് ഖല്ലാദ് ബിൻ കസീർ എന്നവർ നരകമോചിതനായിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ്. അദ്ദേഹം സ്വർഗാവകാശിയാണ് എന്ന സന്തോഷ വാർത്ത. കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇത് കണ്ട് വല്ലാതെ അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് അന്വേഷിച്ചു, എന്തൊരു പുണ്യകർമ്മമാണ് ഇദ്ദേഹം പ്രത്യേകമായി ചെയ്തിരുന്നത്. കുടുംബാംഗങ്ങൾ പറഞ്ഞു, അദ്ദേഹം സ്വലാത്ത് അധികരിപ്പിക്കും, എല്ലാവർക്കും അറിയാം. അതിനൊക്കെ പുറമെ എല്ലാ വെള്ളിയാഴ്ചയും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അൻ നബിയ്യി അൽ ഉമ്മിയ്യി എന്നു പറയപ്പെടുന്ന സ്വലാത്തിനെ 1000 തവണ മുടങ്ങാതെ ചൊല്ലുമായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും 1000 തവണ ഈ സ്വലാത്ത് ചൊല്ലുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ രൂപത്തിൽ മരണപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ സ്വർഗാവകാശിയാണ് എന്ന സന്തോഷം ലഭിച്ചത്. ഒരു ഹദീസിൻ്റെ വാചകങ്ങളിൽ അപ്രകാരമുണ്ട്: ഒരു മനുഷ്യന് ഒരു വെള്ളിയാഴ്ചയിൽ ഹബീബിൻ്റെ പേരിൽ 1000 സ്വലാത്ത് ചൊല്ലിയാൽ അവൻ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവനായിട്ടല്ലാതെ മരണപ്പെടുകയില്ല എന്നർത്ഥം വരുന്ന ഹദീസ് വാചകങ്ങളുണ്ട്. അതിനെ അന്വർത്ഥമാക്കും വിധമാണ് മഹാനവറുകളുടെ ജീവിതത്തിൽ ഇപ്രകാരം സംഭവിച്ചത്. ഈ പറയപ്പെടുന്ന ചരിത്രം മഹാനായിരിക്കുന്ന ഇമാം സഖാവി തൻ്റെ അൽ ഖൗലുൽ ബദിയ് എന്ന കിതാബിൻ്റെ 199 പേജിലും തബഖാത്തുൽ മുഹദ്ദിസീൻ ബി അസ്ബഹാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനായ അബുഷൈഖ് അൽ അസ്ബഹാനി 2-ാം വാള്യം 344 പേജിലും ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദുറുൽ മംദൂദ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലും ഈ ചരിത്രം ഉദ്ധരിച്ചിട്ടുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, നരകമോചനത്തിന് സാധ്യമാവാൻ പോലും പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലെ സ്വലാത്ത് കൊണ്ട് സാധ്യമാകും. അല്ലാഹു തആല നമ്മയൊക്കെ സ്വലാത്തിലൂടെ നബിയോട് അടുപ്പിക്കാനും നബിയുടെ സ്നേഹത്തിന് പാത്രീഭൂതരാവാനും അതിലൂടെ നമുക്ക് നരകമോചനം നേടാനും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.